ജർമ്മനിയിൽ മ്യൂണിക്കിലുണ്ടായ ആക്രമണത്തെ പറ്റി നിങ്ങൾ അറിഞ്ഞു കാണും. അതായത് 24 വയസ്സുള്ള അഫ്ഗാൻ അസൈലം സീക്കർ, അദ്ദേഹത്തിൻ്റെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്ത് 2016 അപ്പം അയാളാണ് ഈ ഒരു മിനി കൂപ്പർ കാർ എടുത്ത് അവിടെ മാർക്കറ്റിൽ അതിൻ്റെ അടുത്ത് വലിയൊരു ഫംഗ്ഷൻ നടക്കുകയായിരുന്നു, അതിനകത്തോട്ട് ഇടിച്ചു കയറിയിട്ട് ഏകദേശം 26 പേരാണ് ഇൻജേർഡ് ആയത്. ആരും മരിച്ചതായിട്ട് റിപ്പോർട്ടില്ല. ഇദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പേജുകളും അപ്പം അതിനകത്തൊക്കെ പറയുന്നത് ഇസ്ലാമുമായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങളും ഇസ്ലാമിക ലോകമുണ്ടാകണം, അതിനെ ആരൊക്കെ എതിർക്കുന്നു അവരെ നശിപ്പിക്കണം, അങ്ങനെയുള്ള ആശയമുള്ള തീവ്രവാദിയായ ഒരു അഫ്ഗാൻകാരൻ. ഇനി അവിടുത്തെ പൊളിറ്റിക്കൽ ഇംപ്ലിക്കേഷൻ നോക്കുക. അപ്പം അവിടെ ഓൾറെഡി പ്രെഡിക്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പം അവിടെ സെൻട്രിസ്റ്റ് പാർട്ടിയായ ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് പാർട്ടി അവിടെ അധികാരത്തിൽ വരും, മറ്റ് പല പാർട്ടികളുമായിട്ട് ചേർന്ന്, അതായത് ഐക്യമുന്നണിയായിട്ട് ചേർന്ന് ഇപ്പോൾ ഭരിക്കുന്ന സ്കോൾസിൻ്റെ പാർട്ടി പൂർണ്ണമായിട്ട് ഒറ്റപ്പെടും. പക്ഷേ ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടാൻ പോകുന്ന പാർട്ടി AFD, അതാണ് ഏറ്റവും ലേറ്റസ്റ്റ് സർവേയും പറയുന്നത്. പക്ഷേ ഇന്നലത്തെ ഇൻസിഡൻറ്റോടുകൂടി അവിടെ പറയുന്നത് ഇമിഗ്രേഷനെ പൂർണ്ണമായിട്ട് എതിർക്കുന്ന പാർട്ടിയാണ് AFD. അവർ ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടുക മാത്രമല്ല ചിലപ്പോൾ അധികാരത്തിൽ വരും ഇന്നലത്തെ ഇൻസിഡൻറ്റോടുകൂടി. അപ്പം നമ്മൾ എന്തൊക്കെയാണ്, ഞാൻ ഈ ജർമ്മൻ ആൾക്കാരോടും ചില പത്രക്കാരും അവിടെ, അതായത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന മലയാളികളായ പത്രക്കാരല്ല, ജർമ്മൻ ലാംഗ്വേജ് ജോലി ചെയ്യുന്ന പല പത്രക്കാരുമായിട്ടൊക്കെ കോണ്ടാക്ട് ചെയ്യും. അപ്പം അവിടെ നടക്കുന്ന ചില കാര്യങ്ങൾ അവിടുത്തെ പത്രങ്ങൾക്ക് പലതും ഇത് റിപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. കാരണം സ്പർദ്ധ പ്രശ്നങ്ങൾ, ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് അവരുടെ ലോ ആൻഡ് ഓർഡറിനകത്ത് പ്രശ്നമുണ്ടാകും. പക്ഷെ അവിടെ ഉണ്ടാകുന്ന സംഭവ വികാസങ്ങൾ എന്താണ് അതുമായിട്ട് ബന്ധം ഈ ഓസ്ട്രേലിയയുടെ കാര്യങ്ങൾ ചിലതൊന്നും അവിടെ റിപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. റിപ്പോർട്ട് ചെയ്യാൻ ആ ലാൻഡിൻ്റെ ഒരു പ്രശ്നമുണ്ട്, കാരണം മൾട്ടി റൂറൽ സൊസൈറ്റിയാണ്. അപ്പം അങ്ങനെ ഇൻസൈഡ് ഇൻഫർമേഷൻസ് ആണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. അപ്പം അവിടെ താമസിക്കുന്ന ചില ആൾക്കാരൊക്കെ ഞാൻ അവിടെ നീ എന്ത് കുന്തമാണ് കാണുന്നത്, അതിനവർ ജോലിക്ക് പോകും. അവിടെയുള്ള എത്ര പേര് അവിടുത്തെ ന്യൂസ് പേപ്പർ വായിക്കും? എൻ്റെ ചോദ്യമായി, ഇപ്പം ജർമ്മനിൽ ജീവിക്കുന്ന മലയാളി എത്ര പേര് അവിടുത്തെ ന്യൂസ് പേപ്പർ വായിക്കും, എത്ര പേര് അവിടുത്തെ TV വാർത്ത പ്രോപ്പറായിട്ട് കാണും? അതിൻ്റെ അകത്ത് 1% ചുരുക്കം മാത്രമേ ഉള്ളൂ, കാരണം അവർക്കൊന്നും സമയമില്ല. അപ്പം ഞാനൊരു ജേർണലിസ്റ്റ് ആയതുകൊണ്ട് ഈ കാര്യത്തെപ്പറ്റി A to Z കാര്യങ്ങൾ ഞാൻ തപ്പിയെടുക്കും, കാരണം എക്സ്പീരിയൻസ് മാറ്റേഴ്സ്. പിന്നെ ഡൽഹിയിലാണ് ഇത്രയും വർഷം ജോലി ചെയ്തത്. ഈ പറയുന്ന ജർമ്മൻ പത്രക്കാരും ഓസ്ട്രേലിയൻ പത്രക്കാരൊക്കെ ഡൽഹി വരാറുണ്ട്. ഇവരൊക്കെ സുഹൃത്തുക്കളാണ് പല രീതിയിലും. ഇവരോടൊക്കെ ചോദിച്ചറിയാം എന്തുവാ കാരണം, എന്താണ് ഫർദറായിട്ട് ഉണ്ടാകാൻ പോകുന്നത്, പൊളിറ്റിക്കൽ ഇംപ്ലിക്കേഷൻ എന്താണ്, ഇമ്പാക്റ്റ് എന്താണ്. ആ ഇൻസൈഡ് ഇൻഫർമേഷൻസ് ആണ് ഞാൻ നിങ്ങൾക്ക് വീഡിയോ രൂപത്തിൽ തരുന്നത്. അവിടെ താമസിച്ചാലും അത് നിങ്ങളുടെ കാര്യം, നിങ്ങളതിനെ മോണിറ്റർ ചെയ്യാൻ. നിങ്ങൾ ഈ കാണുന്ന ന്യൂസല്ലേ കാണുന്നുള്ളൂ. ഞാൻ എൻ്റെ ഇൻസൈഡ് ഇൻഫർമേഷൻ കൊടുക്കും. നിങ്ങൾ 2 ദിവസം 3 ദിവസം കഴിയുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ കാര്യങ്ങൾ അവിടെ പത്രങ്ങളിൽ റിപ്പോർട്ട് വരുന്നോ ഇല്ലയോ നിങ്ങൾ ആലോചിച്ചാൽ മതി. അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. കാരണം ഞാൻ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആണ് ഈ കാര്യത്തിൽ, കുറച്ചുകൂടെ അഗ്രസീവാണ്. ഓക്കെ, നമ്മൾ ജർമ്മനിലോട്ട്. ഇപ്പോൾ ജർമ്മനിൽ എന്താണ് സംഭവിക്കുന്നത്? അതായത് ജർമ്മനിലെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ, മുസ്ലിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ അവിടെ പ്രചരിക്കുന്നൊരു സംഭവം പറയാം. ഇനിയും മുതലേ, കാരണം AFD വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇതേപോലെ റെഗുലറായിട്ട് അവിടെയുള്ള മുസ്ലിങ്ങളും അസൈലം സീക്കേഴ്സും മുസ്ലിങ്ങളും ഇസ്ലാമിൽ വിശ്വസിക്കുന്നവരും മറ്റുള്ളവരെ അറ്റാക്ക് ചെയ്യാനും കൊല്ലാനും ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് ജർമ്മൻ ജനതയ്ക്കകത്ത് മുസ്ലിങ്ങളോടുള്ള വിരോധം കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ കറുത്ത ചാക്കും വസ്ത്രവും ഇട്ടുകൊണ്ട് താടിയും വെച്ചോണ്ട് നിങ്ങളുടെ ഐഡന്റിറ്റി പബ്ലിക്കിൽ റിവീൽ ചെയ്യരുത്. നിങ്ങൾക്ക് നാളെ ജീവിക്കാൻ പറ്റില്ല. ഇതവിടെ വാട്സപ്പ് ഗ്രൂപ്പിൽ വരുന്ന സംഭവം. ഇതവിടെയുള്ള പത്രക്കാരൻ തന്നെയാണ് എന്നോട് പറഞ്ഞത്. പക്ഷെ അവിടെ പത്രത്തിൽ അവിടെ റിപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അവിടെയുള്ള മുസ്ലിങ്ങൾക്ക് പേടിയായി. ഏത് സമയത്താണ് അവിടെയുള്ള ജർമ്മൻകാർ ഈ അവിടെയുള്ള മൈനോറിറ്റി കമ്മ്യൂണിറ്റിയായ മുസ്ലിങ്ങൾ, സ്ഥിരതാമസമാക്കിയ മുസ്ലിങ്ങളെ കയറി മേയാൻ പോകുന്നത് പേടിയായി. മറ്റൊരു ഗ്രൂപ്പിനകത്ത് പറഞ്ഞു വെക്കുകയാണ്, നിങ്ങൾ നിസ്കരിക്കാൻ പോകുന്ന പോലും പരസ്യമായിട്ട് പോകരുത്, കാരണം ഇന്ന് വെള്ളിയാഴ്ചയാണ്. കാരണം നിങ്ങളെ നോക്കി വെച്ചേക്കുവാണ്. വളരെ ആരും അറിയാത്ത രീതിയിൽ മാത്രം കാര്യങ്ങൾ, മുസ്ലിം ഐഡന്റിറ്റി വെളിപ്പെടുത്തണ്ട.
വസ്ത്രത്തിൽ പോലും കാണരുത്. കാരണം ജർമ്മനിയിൽ പ്രശ്നമായി, അവിടുത്തെ കോർട്ട് പ്രശ്നമായി, അവിടുത്തെ നാട്ടുകാർ പ്രശ്നമായി, അവിടുത്തെ പോലീസ് പ്രശ്നമായി, അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ പ്രശ്നമായി. എന്താ സ്കോൾസ് പറഞ്ഞത്, ജർമ്മൻ ചാൻസലർ? ആദ്യമായിട്ടാണ് യൂറോപ്പിൽ രാജ്യം ഡീപ്പോർട്ട് ചെയ്യപ്പെട്ടവരോ അഫ്ഗാനെ കൊണ്ടുപോയത്. അത് ഞങ്ങളത് ആവർത്തിക്കുകയാണ്. പ്രശ്നം എന്തോ സംഭവം, ജർമ്മൻ ഗവൺമെൻറ് ചിലപ്പോൾ അവിടെയുള്ള പല മുസ്ലിം കമ്മ്യൂണിറ്റി ഗ്രൂപ്പുകളെ ഡീറ്റെയിൻ ചെയ്യാൻ പോകുന്നുണ്ട്. കാരണം അവിടെ അസൈലം തള്ളിക്കളഞ്ഞവരെ മുഴുവനും ഡീറ്റെയിൻ ചെയ്തിട്ട് ഓരോന്നായിട്ട് ഫ്ലൈറ്റ് ചാർട്ടർ ചെയ്തങ്ങ് വിടുവാണ് പല രാജ്യത്തോട്ട്. കാരണം ഇനി അവരവിടെ താമസിക്കണം, അവിടെ സിറ്റിസണിന് പ്രശ്നമാണ്. അവിടുത്തെ ജർമ്മൻ മുസ്ലിമാണ് സിറ്റിസണിന് പ്രശ്നമുള്ളത് കൊണ്ടാണ് അവരുടെ ഐഡൻറ്റിറ്റിയും താടിയും ചാക്കും ഈ ക്ലാപ്പും ഒന്നും കാണിക്കരുത്, പേര് പറയരുത്. കാരണം പബ്ലിക്കിനെ വിരോധമായി പബ്ലിക്ക് ഭയങ്കരമായിട്ട് എതിർക്കുകയാണ്. അത് എപ്പോഴാണ് അവൻ്റെ സ്വഭാവം മാറി പബ്ലിക്കുമായിട്ട് കയറി അടി ഉണ്ടാക്കുന്ന, ബഹളം ഉണ്ടാക്കുന്ന, ചില കടകൾ തുറക്കാൻ സമ്മതിക്കുന്നില്ല. ഇതവിടുത്തെ പബ്ലിക് ന്യൂസിൽ വന്നതല്ല അവിടുത്തെ ആൾക്കാർ പറയുന്ന റിപ്പോർട്ടാണ്. ഞാൻ എൻ്റെ സോഴ്സ് മലയാളികളൊന്നുമല്ല, വളരെ കൃത്യമായിട്ടൊക്കെ പറയും. എനിക്കവിടെ ജേർണലിസ്റ്റ് ആൾക്കാരുണ്ട്, സുഹൃത്തുക്കളുണ്ട്. അവരൊക്കെ പറഞ്ഞു തരുന്ന സംഭവം അവിടുത്തെ പിച്ചങ്ങ് മാറി. അതായത് AFD അധികാരത്തിൽ വന്ന് ഇതിനേക്കാളും കഷ്ടമാണ്. നേരത്തെ വീഡിയോയിൽ പറഞ്ഞു. എന്താണ് അവർ ചെയ്യുന്നത്? അവർ ചെയ്യാൻ പോകുന്ന അവിടെ സിറ്റിസണായിട്ടുള്ളവരെ പോലും അവരുടെ റിവോക്ക് ചെയ്യും. അവരിത് പരസ്യമായിട്ട് ആലീസ് വീട്ടിൽ പറഞ്ഞതാണ്. അതുപോലും അവിടുത്തെ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല. എന്താ കാര്യം? കാരണം ഇത് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ മതസ്പർദ്ധ ഉണ്ടാവുമോ, പേടി. അതാണ് എൻ്റെ കാര്യം. അവർ പബ്ലിക്കായിട്ടല്ലേ പറഞ്ഞേ, അവിടെ സിറ്റിസണായിട്ട് ജീവിക്കുന്നവരെ പോലും അവരുടെ സിറ്റിസൺഷിപ്പ് റിവോക്ക് ചെയ്തിട്ട് അവരെ തിരിച്ചയക്കും. അവരെത്രയോ എടുത്ത് ആ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു, അവർ സോഷ്യൽ മീഡിയയിൽ എഴുതി. അവരെ സോഷ്യൽ മീഡിയയിൽ ആ പോസ്റ്റ് എഴുതി കഴിഞ്ഞപ്പോൾ സോഷ്യൽ മീഡിയ തന്നെ അതെടുത്ത് മാറ്റി. പക്ഷെ അവർ ആ സ്റ്റേറ്റ്മെൻറ്റ് സ്ഥിരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. എന്താ കാര്യം? ഇവിടെയാണ് ഞാൻ ഈ കേരളത്തിലുണ്ട് എനിക്ക് പത്തനാപുരത്ത് അറിയാവുന്ന 1-2 പേരും, 3-4 പേരും, മറ്റ് പല മുസ്ലിങ്ങൾ സുഹൃത്തുക്കളായിട്ടുള്ളവരൊക്കെ അവിടെ താമസിക്കുന്നുണ്ട്. ജർമ്മനി എന്ന് പറയുക അങ്ങനെയുള്ള രാജ്യമാണ്. മനസ്സിലാക്കുക, എല്ലാ രാജ്യത്തും ഇതേപോലെ പ്രശ്നമാണ്. നമ്മൾ ഓരോ ദിവസവും ഓരോ ഡെവലപ്മെൻ്റാണ് ലോകത്ത് പല ഭാഗത്തും ഉണ്ട്, പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങൾ, വെസ്റ്റേൺ രാജ്യങ്ങൾ, ഈസ്റ്റേൺ രാജ്യങ്ങളിൽ. ഇതിൻ്റെയൊക്കെ ആകത്തുക എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇതിൻ്റെ ടോട്ടൽ എങ്ങനെയാണ് ഇത് പോയി ഫർദർ എസ്കലേറ്റ് ചെയ്യുമ്പോഴുണ്ടാകുന്ന സംഭവം എന്താണെന്ന് അറിയാം. ചെയ്യുമ്പോൾ മുസ്ലിം കമ്മ്യൂണിറ്റിയെ വെറുക്കും. ഇതാണ് അതിൻ്റെ ആകത്തുകയെന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ടാണല്ലോ മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള വാട്സപ്പ് ഗ്രൂപ്പിലും അവരുടെ സോഷ്യൽ മീഡിയയിലൊക്കെ വന്നത്, നിങ്ങൾ ആ കറുത്ത വസ്ത്രം ഇട്ടുകൊണ്ട് പോകരുത്. സ്ത്രീകളോട് പറയുകയാണ്, നിങ്ങളുടെ മുസ്ലിം ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തരുത്. നിങ്ങൾ അവിടെ പള്ളികളിൽ പോകുന്നത് പോലും ആരും കാണാതെ അല്ലെങ്കിൽ വീട്ടിൽ എന്ത് പ്രാർത്ഥിച്ചു. കാരണം എപ്പോഴാണ് ഇവർ കൈകാര്യം ചെയ്യുന്നത് പറയാൻ പറ്റത്തില്ല. കാരണം പോലീസ് സപ്പോർട്ട് ചെയ്യുന്നില്ല. കാരണം പോലീസ് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. കാരണം ഓരോ ദിവസവും ഓരോ ഇൻസിഡൻ്റാണ്. കാരണം ഇതിൽ ഒരു ഇസ്ലാമിക് സംഭവം പറയുന്നത്, നിങ്ങൾ മുസ്ലിം അല്ലാതായി ജീവിക്കുന്നതാണ് ഈ ജർമ്മനിക്ക് നല്ലത്. ഒരു ഇസ്ലാമിക് ക്ലർജിയുടെ സ്റ്റേറ്റ്മെൻറ്റാണ് വാട്സപ്പിൽ കൊടുത്തിരിക്കുന്നതാണ്. കാരണം ഇസ്ലാമാണെന്ന് പറയുമ്പോഴും നീ വല്ലാത്ത രീതിയിൽ തരം താഴ്ന്നു പോകുന്നു. ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയതാണ്. ഇതൊക്കെ എനിക്കൊന്നും ഉണ്ടാക്കാൻ ഫിഗ്മെൻ്റ് ഓഫ് ഇമാജിനേഷൻ ഒന്നും അല്ല. ഓസ്ട്രേലിയൻ വീഡിയോയുടെ താഴെ ചില കിഴങ്ങന്മാരൊന്ന് പോസ്റ്റ് ഇട്ടേക്കുന്ന സംഭവം കാണുമ്പോഴേ എനിക്ക് തോന്നിയത്, ഇത് ലോകം മുഴുവനും കത്തിപ്പടരുകയാണ് ഈ സംഭവം. അപ്പോൾ കേരളത്തിലെ സുറാപ്പികൾക്ക് അത് മനസ്സിലാവത്തില്ല. പക്ഷേ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പല സുറാപ്പികളുണ്ട്, അവർക്ക് മനസ്സിലായി തുടങ്ങി ഈ പോക്ക് ആപത്താണ്. അതായത് മനസ്സിലാക്കുക, ഇങ്ങനെയുള്ള പറയുന്ന പല രാജ്യങ്ങളിലും പ്രശ്നമുണ്ടാകുമ്പോൾ ഇസ്ലാമിക രാജ്യമായ സൗദി ആണെങ്കിലും UAE ആണെങ്കിലും ഒരു രാജ്യവും നിങ്ങളെ സപ്പോർട്ട് ചെയ്തില്ല. എൻ്റെ കാര്യം എന്താ? കാരണം അവരും പറഞ്ഞു കഴിഞ്ഞു, അവരും എല്ലാവരോടും പറഞ്ഞു കഴിഞ്ഞു, ഈ മത തീവ്രത എന്ന് പറയുന്നത് അതുമായിട്ട് ബേസ് ചെയ്ത് മുന്നോട്ട് പോകുന്നത് ലോകത്തിൻ്റെ നാശമാണ്. ഞാൻ പറഞ്ഞതല്ല, ഈ പറയുന്ന സൗദി ഇസ്ലാമിക് ക്ലർജീസും UAE ഇസ്ലാമിക് ക്ലർജീസും പരസ്യമായിട്ട് അവരുടെ മന്ത്രി ഉൾപ്പെടെ പറഞ്ഞതാണ്. അതായത് UAEയുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ 2017 പാരീസിൽ പറഞ്ഞതാണ്. അതുകൊണ്ടാണ് അയാൾ പറഞ്ഞത്, ഞങ്ങൾ ഒരു കാരണവശാലും ഈ പറയുന്ന ഇസ്ലാമിൽ നിന്ന് രാജ്യങ്ങളിൽ നിന്ന് റെഫ്യൂജീസിനെ കയറ്റില്ല. ഞങ്ങൾക്കിവരെ അറിയാം, നിങ്ങൾക്കിവരെ അറിയത്തില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവരെ കയറ്റാത്തത്. ഇത് പറഞ്ഞ UAEയുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ.
അതിനെ എൻഡോസ് ചെയ്യുന്ന രീതിയാണ് ലോകത്ത് മുഴുവൻ ഉണ്ടാകുന്നത്. ഇത് ലോകത്തിന് കിട്ടിയ ഒരു ചാപ്റ്ററും പാഠവുമാണ്. അത് കേരളത്തിലെ സുഡാപ്പികൾക്ക് മനസ്സിലാകാൻ സമയമെടുത്തു. കാരണം അവന് ബോധമില്ല. അപ്പം അവരെ ഈ മദ്രസ പൊട്ടന്മാരെന്ന് വെറുതെ അല്ലേ വിളിക്കുന്നത്. ഓരോ ഇൻസിഡൻറ്റ് കഴിയുമ്പോഴും മനസ്സിലാക്കേണ്ടത് മുസ്ലിങ്ങൾ ലോകത്തിലെ വെറുക്കപ്പെട്ടവരായിട്ട് മാറി. അതിൻ്റെ അകത്ത് സമാധാനം ആഗ്രഹിക്കുന്ന പല ആൾക്കാരുണ്ട്. അവർക്ക് പോലും ഇപ്പം എനിക്ക് തോന്നുന്നു ബോധ്യപ്പെട്ടു തുടങ്ങിക്കാണും. കാരണം ഈ പോക്ക് ഡേഞ്ചറാണ്. നിങ്ങൾ ഹമാസ്, നിങ്ങളത് ഹിസ്ബുള്ള, ഇറാൻ, സെക്ട്രിയനായിട്ടുള്ള ടെററിസ്റ്റ് നിങ്ങളെ സപ്പോർട്ട് ചെയ്തപ്പോൾ ആലോചിക്കണമായിരുന്നു. കാരണം ഇതിൻ്റെ ഓരോ കഷ്ണങ്ങൾ ലോകത്ത് പല ഭാഗത്തും പോകും. അത് പിന്നെ ഉണ്ടാക്കുന്ന ലോകത്തിന് അശാന്തിയുടെ ദിനങ്ങളാണ്. ആരശാന്തി ഉണ്ടാക്കുന്നു അവനെ തൊലയ്ക്കുക എന്നുള്ളതാണ് ലോകത്തിൻ്റെ തീരുമാനം. അതാണ് ലോകത്തെല്ലായിടത്തും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് മുസ്ലിങ്ങളെ ലോകം മുഴുവനും വെറുക്കുന്ന രീതിയിലാക്കി മാറ്റി ഓരോ ദിവസങ്ങൾ കഴിയുമ്പോൾ